നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മറിഞ്ഞു. യാത്രക്കാരുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങി ദാരുണാന്ത്യം. ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത്. കൊല്ലം കടവൂരിലായിരുന്നു അപകടം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊല്ലത്തും മരണം. 91 വയസ്സുകാരനാണ് മരിച്ചത്. തെക്കൻ ജില്ലകളിലും ജാഗ്രത. മാർക്കറ്റ് പുനഃസ്ഥാപിച്ചില്ല. വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പച്ചക്കറികളും മീനും വിറ്റ് പ്രതിഷേധം. UPI വഴിയുള്ള പണമിടപാട്. നിശ്ചിത കാറ്റഗറിയിൽ പണമിടപാട് പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നികുതി അടവ്, ഇൻഷുറൻസ്, EMI, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എന്നിവയുടെ പരിധി ഉയർത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം കടവൂരിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രക്കാരിയായ ഇവരുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. ദേശീയപാതയിൽ കൊല്ലം കടവൂരാണ് അപകടം നടന്നത്. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മറിയുകയും പിന്നാലെ എത്തിയ ലോറി യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു. ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9:30 അപകടം. ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴിയിൽ വീണാണ് സ്കൂട്ടർ മറിഞ്ഞത്. തൽക്ഷണം സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. അരമണിക്കൂറോളം ഇവരുടെ മൃതദേഹം റോഡിൽ കിടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. വന്നതാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അറിവ്. അവർ ഈ വഴി വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥാപനം വെച്ചിരിക്കുന്നുണ്ട് പണിയുടെ. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ കുറച്ച് ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ വണ്ടി ചരിയുകയും ആ ബാക്കിലിരുന്ന ലേഡി വന്ന് താഴെ വീഴുകയും നമ്മുടെ ബൈപ്പാസിൻ്റെ ഇതിനടുത്ത വണ്ടി കയറി ഇറങ്ങി തലയൂടെ കയറി ഇറങ്ങി ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് എത്തിയെന്നാണ് അറിയപ്പെടുന്നത്. കാരണം കൂടെ ഭർത്താവ് നിലവിളിച്ച് കരഞ്ഞിട്ട് പോലും അത്രത്തോളം വികൃതമായിരുന്നു എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് റോഡുകളിൽ ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ NHയുടെയും ഈ ശിവാലയയുടെയും ഉത്തരവാദിത്ത കുറവ് മൂലമാണ്. എല്ലായിടവും കൊണ്ടുവന്ന് വഴിയിലെല്ലാം അവരുടെ വലിയ വലിയ കണ്ടെയ്നർ ലോറിയും JCB എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നിരത്തിയിടുകയും ടൂ വീലർകാർ വരുന്നു എന്ന് മനസ്സിലാക്കാതെ പോലും അവർ നട്ടം തിരിച്ച് വണ്ടിയെടുക്കുകയും പല പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സ്ഥിരമുള്ളതാണ്. മരണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. 2 സ്കൂളുകളാണ് ഇവിടെ ഉള്ളത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവരാണ് ഇതിലേക്കൂടെ. അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം. ഇവിടെ ആരെങ്കിലും നിർത്തണം. ഈ 4 സൈഡിൽ നിന്നുള്ള വണ്ടികളാണ് ഇതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എത്രത്തോളം പോകാം അവിടെ എത്രത്തോളം നമ്മൾ പോയിരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമീബിക് മസ്തിഷ്ക ജ്വരം. തെക്കൻ ജില്ലകളിലും ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വീണ്ടും മരണം. 2 മരണം കൂടിയാണ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളാണ് മരിച്ചത്. കൊല്ലം ജില്ലയിൽ 91കാരനാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത്. ഇതേ തുടർന്ന് തെക്കൻ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബകളുടെ സാന്നിധ്യം അന്തരീക്ഷത്തിലും വെള്ളത്തിലും ചെളിയിലും കാണപ്പെടുന്ന നേഗ്ലറിയ ഫൗലേറിയ വിഭാഗത്തിന് പുറമെ രോഗത്തിന് കാരണമാകുന്ന അക്കാന്ത അമീബയുടെ സാന്നിധ്യം അന്തരീക്ഷത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഭൂരിഭാഗവും അക്കാന്ത അമീബ കാരണമാണ്. അന്തരീക്ഷത്തിലുള്ള അമീബ ജലഗണങ്ങളുമായി ചേർന്നാണ് ശരീരത്തിലെത്തുന്നത്. കുളിക്കുമ്പോൾ ജലത്തിലൂടെ മൂക്കിൽ പ്രവേശിക്കുന്നതാണ് അപകടകരം. രോഗം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആദ്യകാലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ അമീബയാണ് രോഗകാരണമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത്. വീടുകളിൽ കുളിച്ചവർക്കും നിലവിൽ രോഗബാധ സ്ഥിരീകരിക്കുന്നുണ്ട്. സാപ്പിനിയ, ബാലമുത്തിയ, വെർമമീബ എന്നിവയും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 17 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്.
രോഗകാരണമായ അമീബകളെ പൈപ്പ് വെള്ളത്തിലും കാണപ്പെടുന്നുണ്ട്. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിന്റെ ഉപയോഗം അപകടകരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 13-കാരിയുടെ ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി ആയൂരിൽ നിന്നും കൊല്ലം വരെ 20 മിനിറ്റിൽ ആംബുലൻസ് ഓടിച്ചെത്തിയ ഡ്രൈവർ അരുൺ രാജിന് അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയം 13-കാരിയായ ആവണി കൃഷ്ണയ്ക്ക് മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടന്നത്. ഏരൂർ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫോൺ സന്ദേശത്തെ തുടർന്നാണ് അരുൺ രാജ് കൊല്ലത്തേക്ക് എത്തിയത്. അലയമൺ സ്വദേശിനി 13-കാരി ആവണി കൃഷ്ണയുടെ ജീവൻ രക്ഷാ ദൗത്യത്തിന് കൊല്ലം വരെ ആംബുലൻസ് 20 മിനിറ്റിൽ ഓടിച്ച ഡ്രൈവർ ഏരൂർ സ്വദേശി അരുൺ രാജിനാണ് അഭിനന്ദന പ്രവാഹം. ഉച്ചയ്ക്ക് 2:30 അരുണിന് ഏരൂർ പഞ്ചായത്തിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത്. എമർജൻസിയാണ്, ആയൂരിൽ എത്രയും വേഗം എത്തണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ എത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം അരുൺ അറിയുന്നത്. ആദ്യം എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് റോഡ് മാർഗം ഇത്രയധികം ദൂരം പോകുന്നത് കുട്ടിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് മനസ്സിലായതിനെ തുടർന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ട്രെയിൻ മാർഗം ആവണിയെ എറണാകുളത്തെത്തിക്കാൻ തീരുമാനിച്ചത്. വലിയ ജീവൻ രക്ഷാ ദൗത്യത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിനമായിരുന്നു അതെന്നും അരുൺ രാജ് പറയുന്നു. ഈ ദൗത്യത്തിൽ ഒരു പങ്കാളിയാവാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആവണി മോള് ആദ്യം തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ. ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് അറിയിപ്പ് ലഭിക്കുകയും ഉടൻ തന്നെ ആയൂരെത്തണമെന്ന് പറയുകയും ആയൂരെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ കുഞ്ഞിനെയും കൊണ്ട് പോകണം. അത് ആദ്യം റോഡ് മാർഗമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അത് പിന്നെ മാറ്റി, പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അന്നേരം അതിലും കൊണ്ടുപോകണമെന്നുള്ളൊരു മെസ്സേജ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതിൻ്റെ ഭാഗമാണ് വന്ദേ ഭാരത് പോകാമെന്നുള്ളൊരിത് വന്നത്. അന്നേരം ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട MP, കൊല്ലം MP, അതേപോലെ അവിടെ പുനലൂർ MLA, പിന്നെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, ഇവരെല്ലാം നല്ല രീതിയിൽ അതായത് അതേപോലെ തന്നെ കേരള പോലീസ് അവരാണ് എത്രയും ഈ 23-24 മിനിറ്റ് കൊണ്ട് അവിടെ എത്താനുള്ള ഒരു വഴിയൊരുക്കി തന്നത് കേരള പോലീസാണ്. അതേപോലെ തന്നെ റോഡിലെ മറ്റ് വാഹനയാത്രികർ എല്ലാവരുടെയും ഒരു സഹായത്തോടു കൂടിയാണ് ഇത്രയും സമയത്തിനുള്ളിൽ കുഞ്ഞിനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ പറ്റിയതും അവിടെ നിന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിയതും. ഈ എല്ലാവർക്കും മാധ്യമങ്ങളായാലും എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണ യജ്ഞം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബുദ്ദീൻ മദിരിമയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയാൾ സമരയാത്ര സംഘടിപ്പിക്കും. നവംബർ 1 യാത്ര ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മഹാത്മാ അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒപ്പുശേഖരണ യജ്ഞം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നവംബർ 1 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഷിഹാബുദ്ദീൻ മദുരിമയുടെ നേതൃത്വത്തിൽ യാത്ര നടത്തുന്നു. മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പോരാട്ടങ്ങളും വരും തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലോകത്തിലാദ്യമായി വിദ്യാഭ്യാസത്തിന് വേണ്ടി കർഷക തൊഴിലാളി സമരം സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ കേരളത്തിൽ ഒരു സർവകലാശാല ആരംഭിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോഴേ ആ ആവശ്യത്തോട് താല്പര്യപ്പെട്ടാണ് ഞാനടക്കമുള്ള ആളുകളോട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജാഥ ഒപ്പുശേഖരണ പരിപാടി കേരള പിറവി ദിവസം കാസർഗോഡ് ആരംഭിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഈ നാടിന്റെ പൊതുവായ ഒരു വിഷയം നിലയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നിരവധി ദളിത് സംഘടനകളുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിപാടി പറയുന്നതിന് വേണ്ടിയാണ് ഈ വിശ്വസ്ത സമ്മേളനം വെച്ചിട്ടുള്ളത്. നവംബർ 1 മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഒപ്പുശേഖരണ യജ്ഞത്തിന് മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും പോരാട്ടങ്ങളെയും വരും തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്ന് ഉഷാലയം ശിവരാജൻ, ബിജു തിരുവാതിര, കർണൻ ജ്യോതി കൊട്ടിയം, ഷിഹാബുദ്ദീൻ മദുരിമ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CPMന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പുനലൂരിൽ റാലിയും സമ്മേളനവും നടത്തി. ഖത്തറിന് നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ നടപടിയിലും പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചത്. മുഴുവൻ വരുന്ന ബഹുജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഖത്തറിന് നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പുനലൂരിൽ റാലിയും സമ്മേളനവും നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും
നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ നയിച്ച റാലി TB ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട് അധികാരത്തിലിരിക്കുന്ന BJP കഴിഞ്ഞാൽ രാജ്യത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു അഴകുടമ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരം ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതും അഭിപ്രായം സ്വരൂപിക്കുന്നു. അതിലൊട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഞാനത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകം വല്ലാത്ത ഒരു ഭീഷണിയുടെ വക്കിൽ നിൽക്കുകയാണ്. നേരത്തെ അത് എല്ലാവർക്കും ബോധ്യമുള്ള വിഷയവുമാണ്. 2023 മെയ് മാസം 17-ാം തീയതി ആരംഭിച്ച പാലസ്തീനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഇപ്പോഴും കൊടിയ ഭീകരതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാലസ്തീൻ പ്രദേശത്തെ ഗാസ മുരമ്പിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണമെന്ന് പറയുന്നത് വളരെ കുറവാണ്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും ശവശരീരങ്ങളും ഒക്കെയായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 70,000-ഓളം ആളുകൾ മരണമടയുകയും 1,70,000-ഓളം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഒന്നായി ആ യുദ്ധം മാറിയിട്ടുണ്ട്. ലോകത്തെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും അരുവേ കാട്ടാള എന്ന് പറയുന്നത് പോലെ നെതന്യാഹു എന്ന മനുഷ്യത്വമില്ലാത്ത ആ മനുഷ്യമൃഗത്തോട് ഈ ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയോടുകൂടി കുട്ടികളെയും ഗർഭിണികളെയും പ്രത്യേകം ഉന്നമിട്ടുകൊണ്ട് മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. S രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ലോകരാജ്യത്തിന്റെ സ്ഥിതിയെല്ലാം പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ബാക്കി എല്ലാ ലോകരാജ്യങ്ങളെയും അടിച്ചമർത്തി വെട്ടിപ്പിടിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ചുങ്കം ഏർപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് വർഷം. എന്നിട്ട് ഇസ്രായേൽ പറയുക, മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടെ ബോംബ് വർഷിച്ച് നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ പാലസ്തീൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പാലസ്തീനു വേണ്ടി അതിന് നേതൃത്വം നൽകുന്നവർ ഈ രാജ്യത്തിരിപ്പുണ്ട്, അവരെ വിട്ടു തന്നില്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി, അതിനുവേണ്ടി മാത്രമാണ് സഹകരിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞത്. സുഭാഷ് നാഥ് സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സജി, നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാരി ഉടുത്ത് സുന്ദരിമാർ ഇന്ന് സോഷ്യൽ മീഡിയ ലോകം കീഴടക്കി കഴിഞ്ഞു. ജെമിനി നാനോ ബനാന ടൂൾ ഉപയോഗിച്ചാണ് 90കളുടെ സൗന്ദര്യം പകർത്തുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ ചില കെണികളും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സാരി ഉടുത്ത സുന്ദരികളുടെ ബഹളമാണ്. എവിടെ നോക്കിയാലും അതിമനോഹരമായ 3D ഫിഗറുകളും ചുവപ്പ് സാരി ഉടുത്ത സുന്ദരികളും തന്നെ. ഗൂഗിൾ ജെമിനി നാനോ ബനാന AI ടൂൾ ഉപയോഗിച്ചാണ് എല്ലാവരും ഇങ്ങനെ സുന്ദരികളായിക്കൊണ്ടിരിക്കുന്നത്. 90കളിലെ ബോളിവുഡിന്റെ നൊസ്റ്റാൾജിക് സൗന്ദര്യശാസ്ത്രം പുനർനിർമ്മിക്കുകയാണ് ജെമിനി ആപ്പിലൂടെ ചെയ്യുന്നത്. ഗൂഗിളിന്റെ AI മോഡലായ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ചാണ് ചിത്രങ്ങളെ അതിമനോഹരമാക്കുന്നത്. വൈറലായ ഈ വീഡിയോ സൈബർ സുരക്ഷാ വിദഗ്ധരുടെയും നിയമപാലകരുടെയും സുരക്ഷാ മുന്നറിയിപ്പുകൾക്കും കാരണമാകുന്നുണ്ട്. പങ്കെടുക്കുമ്പോൾ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് IPS ഓഫീസർ VC സജ്ജനാർ പൊതു ഉപദേശം നൽകി. ഗൂഗിൾ ജെമിനി നാനോ ബനാന സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോക്താക്കൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇവയാണ്. സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ലൊക്കേഷൻ ടാഗുകൾ പോലുള്ള മെറ്റാഡേറ്റ നീക്കം ചെയ്യുക. സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗുകൾ കർശനമാക്കുക. ചിത്രങ്ങൾ പങ്കിടുന്നത് പരിമിതപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം. പ്രദേശത്ത് അതിരടയാളക്കല്ലുകൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. നിർവഹണ ഏജൻസിയായ RBDCK-യാണ് അതിരടയാളക്കല്ലുകൾ സ്ഥാപിച്ചത്. പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ പ്രദേശത്ത് അതിരടയാളക്കല്ലുകൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതായി PC വിശ്വനാഥ് MLA അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MPയുടെയും PC വിശ്വനാഥ് MLAയുടെയും സാന്നിധ്യത്തിൽ നിർവഹണ ഏജൻസിയായ
RBDCക്ക് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചതിന്റെ അലൈൻമെന്റ് ഡ്രോയിങ് LA തഹസീൽദാർക്ക് സമർപ്പിക്കും. പദ്ധതിയുടെ അവസാന രൂപരേഖ RBDCക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ ആകെ നീളം റോഡ് ഭാഗം വരെ 460 മീറ്ററാണ്. പാലത്തിന്റെ നീളം 376 മീറ്ററും റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മേൽപ്പാലത്തിന്റെ ഭാഗം 25 മീറ്ററാണ്. പാലത്തിന്റെ വീതി 10 മീറ്ററാണ്. നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം 193.44 സെന്ററാണെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മാർക്കറ്റ് പുനഃസ്ഥാപിക്കാത്തതിനെതിരെ വേറിട്ട പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പച്ചക്കറികളും മീനും വിറ്റായിരുന്നു പ്രതിഷേധം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എല്ലാവർക്കും കൊടുക്കണ്ടായോ? പൈസ ഇല്ല, ഇതാ കച്ചവടം. ഇത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുക. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മത്സ്യം, പച്ചക്കറി ഉൾപ്പെടെയുള്ളവ വിറ്റ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. പത്തനാപുരം മാർക്കറ്റ് KSRTCക്കും ഷോപ്പിംഗ് മാളിനും വിട്ടു നൽകിയപ്പോൾ മാർക്കറ്റ് പുനഃസ്ഥാപിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 8 വർഷം പിന്നിട്ടിട്ടും ഈ ഉറപ്പ് പാലിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിക്കുന്നു. 500 കുടുംബങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിച്ചിരുന്ന മാർക്കറ്റിനെ ശിഥിലമാക്കിയെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഈ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ 5000-ലധികം ആൾക്കാരെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ആ 5000-ലധികം ആൾക്കാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് വർഷം 8 കഴിഞ്ഞു. അവരവിടെ പോയി കച്ചവടം ചെയ്യും, അവരവിടെ പോയി ജീവിക്കും. ഈ മാർക്കറ്റിൽ എൻ്റെ അത്ത അവിടെ മീൻ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരാളാണ്. എന്നെ അടക്കം എൻ്റെ സഹോദരിമാരെ അടക്കം പഠിപ്പിച്ച അവിടുന്ന്. അതുപോലെ 100 കണക്കിന് കുടുംബത്തിന് ആളുകളുണ്ടായിരുന്നു. ഇന്ന് ആർക്കെങ്കിലും പോയി കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ സാഹചര്യമാണുള്ളത്. മീൻ തരാം, ആവശ്യത്തിനുള്ള മീൻ തരാം. 50 രൂപയില്ല, ഇന്ന് സൗജന്യ മീന. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് M സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS നിവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാർക്കെതിരെ പത്തനാപുരം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം അഞ്ചലിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം അഞ്ചലിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ല, നമ്മളെപ്പോലെ ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗം പ്രവാസ ലോകത്ത് കരണ്ടാവുന്ന കുറച്ച് സ്ത്രീകൾ പോയിട്ടുണ്ട്. അവർ പ്രവാസത്തിന്റെ വിവിധ മേഖലകളിൽ അവർ തിളങ്ങിയിട്ടുണ്ട്, സംരംഭകരായിട്ടുണ്ട്. പക്ഷേ ലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസി വനിതകൾ, നമ്മുടെയൊക്കെ ഭാര്യമാര് അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം യൗവനം മുഴുവൻ ആർക്കോ വേണ്ടി ജീവിച്ചു തീർത്തു. ഭർത്താവില്ലാതെ 10, 20, 30 വർഷക്കാലം മക്കളെ കാണാതെ, മാതാപിതാക്കളെ കാണാതെ നമ്മളും അവരൊക്കെ ചെലവഴിച്ചു തീർത്തു. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം കൊടുക്കേണ്ടത് നമ്മളേതുപോലുള്ള കേരള പ്രവാസി സംഘം പോലുള്ള ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കാൻ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് കഴിയണം. നിങ്ങളുടെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിന് ശേഷം വരാനിരിക്കുന്ന കമ്മിറ്റികളിലെല്ലാം തന്നെ സ്ത്രീകളുടെ നല്ല തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോക ചരിത്രത്തിൽ, പ്രവാസ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒട്ടനവധി വനിതാരംഗങ്ങൾ ഉണ്ടായിരുന്നു. എമൻ റോയ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയിട്ടുള്ള എമൻ റോയുടെ ഭാര്യ എവലിൻ റോയ്, അവർ പ്രവാസിയായിരുന്നു. റോസഫിറ്റിൻ ഗാഫ്, അവർ പ്രവാസിയായിരുന്നു. അതുപോലെ തന്നെ അരുന്ധതി റോയെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാര്, അവർ പ്രവാസികൾ. എണ്ണിയാലോചിക്കാത്ത സംഘാടക സമിതി ചെയർമാൻ D വിശ്വസേനൻ സ്വാഗതം പറഞ്ഞു. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ പ്രസിഡന്റ് M ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, പ്രവാസി സംഘം ജില്ലാ രക്ഷാധികാരി MH ഷാരിയർ, ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന്, പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള, സജീവ് തൈക്കാട്, C അജയൻ, ജാഫർ എന്നിവർ പങ്കെടുത്തു. പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പ്രവാസി സംഘമെന്നും എന്നും പ്രവാസികൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നും യോഗത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുതിയ IRCTC ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നിയമങ്ങൾ ഒക്ടോബർ 1 മുതൽ നടപ്പാക്കും. റിസർവേഷൻ ആരംഭിച്ചതിന്റെ ആദ്യ 15 മിനിറ്റിനുള്ളിൽ IRCTC വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ ജനറൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്യുന്നതിന് ആധാർ നിർബന്ധമാക്കും. ദുരുപയോഗം തടയുന്നതിനൊപ്പം യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് റിസർവേഷൻ സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നു.
ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടറൈസ്ഡ് PRS കൗണ്ടറുകളിൽ ജനറൽ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലുള്ള രീതി മാറ്റമില്ലാതെ തുടരും. അംഗീകൃത റെയിൽവേ ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലെ 10 മിനിറ്റ് നിയന്ത്രണം മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരും. തത്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ നിർബന്ധമാണ്. ജൂലൈ 1 മുതലാണ് തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് ആധാർ നിർബന്ധമാക്കിയത്. ബുക്കിംഗിന്റെ ആദ്യ 30 മിനിറ്റിനുള്ളിൽ ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയില്ല. AC ക്ലാസുകൾക്ക് രാവിലെ 10 മുതൽ 10:30 വരെയും ജനറൽ ക്ലാസുകൾക്ക് രാവിലെ 11 മുതൽ 11:30 വരെയും ഈ പരിധി ബാധകമാണ്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. അധ്യാപകർക്ക് യൂണിഫോം വേണോ? വിദ്യാർത്ഥിനികളുടെ കത്ത് ചർച്ചയാകുന്നു. ഓച്ചിറ കുലശേഖരപുരം സ്വദേശിനി വരദശാസ്ത്രിയും വേദശാസ്ത്രിയുമാണ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചത്. കഴിഞ്ഞ ദിവസം മന്ത്രി സമൂഹ മാധ്യമത്തിൽ മന്ത്രി അധ്യാപകർക്ക് യൂണിഫോം വേണോ ചർച്ചകൾ നടക്കട്ടെ എന്ന തലക്കെട്ടിൽ സന്ദേശം അയച്ചതോടെയാണ് വിഷയം ചർച്ചയാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകർക്കും യൂണിഫോം ആകാമല്ലോ എന്നാണ് പുതിയ ചർച്ച. കഴിഞ്ഞ 13-നായിരുന്നു കുലശേഖരപുരം ഗവൺമെന്റ് HSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി വരദശാസ്ത്രിയും വവ്വാക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജിത്തി വേദശാസ്ത്രിയും മന്ത്രിക്ക് കത്തയച്ചത്. ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും യൂണിഫോം ഇട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതുപോലെ ഞങ്ങളുടെ അധ്യാപകർക്കും യൂണിഫോം ഏർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് വിദ്യാർത്ഥിനികൾ കത്തിലെഴുതിയത്. ഞാൻ കത്തെഴുതാൻ എനിക്ക് തോന്നിയത്, ഞങ്ങൾ കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ ടീച്ചർമാർ കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അവരും യൂണിഫോം ഇട്ടാൽ സ്കൂളിനൊരു ഭംഗിയായിരിക്കും. ഞങ്ങൾ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും ഒരേപോലെ ഇട്ടാൽ നല്ലൊരു മനോഹരമായിരിക്കും. വിദ്യാർത്ഥിനികൾ അയച്ച കത്തിലെ ആവശ്യം മന്ത്രി പൊതു ചർച്ചയ്ക്ക് വെച്ചു. അധ്യാപകർക്ക് യൂണിഫോം വേണോ ചർച്ചകൾ നടക്കട്ടെ എന്ന തലക്കെട്ടിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മന്ത്രി പോസ്റ്റ് ഇട്ടത്. അവിടെ ബുധനാഴ്ചകളിൽ യൂണിഫോം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കുലശേഖരപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായപ്പം അവിടെ എല്ലാ ദിവസവും യൂണിഫോം നിർബന്ധിക്കുന്നുണ്ട്. അവരെല്ലാ ദിവസവും കുട്ടികൾ യൂണിഫോം ധരിച്ചാൽ ചെല്ലുന്നത്. ഈ വിശേഷ ദിവസങ്ങൾ പോലും യൂണിഫോം നിർബന്ധിക്കുന്നതുകൊണ്ട് അവർ സ്കൂളിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞ്, ഞങ്ങൾക്ക് ഇങ്ങനെ യൂണിഫോം നിർബന്ധിക്കുന്നു, നേരത്തെയുള്ള സ്കൂളിലതില്ല, അപ്പോൾ ഞങ്ങളുടെ അധ്യാപകർ കൂടെ അതുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് അവർ അതിനെന്ത് മാർഗമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഫേസ്ബുക്കിലിട്ട് അധ്യാപകർക്കും യൂണിഫോം ഏർപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്ന് വരദയും വേദയും ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കാര്യമൊന്നും ആയില്ല. പക്ഷേ അതിനുശേഷം മന്ത്രി ഈ വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഓണം പോലെ ക്രിസ്മസ് പോലെ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ യൂണിഫോം ഒഴിവാക്കി കൊണ്ടൊരു ഉത്തരവിറങ്ങി. അപ്പോഴും ഈ അധ്യാപകർക്ക് യൂണിഫോം വേണമെന്നുള്ളൊരു വാദം കുട്ടികൾ ഉയർത്തിയപ്പോൾ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മന്ത്രി അപ്പൊപ്പനൊരു കത്തയക്കി, അദ്ദേഹം അത് എന്തെങ്കിലും നടപടി എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു കത്തയച്ചപ്പോഴാണ് മന്ത്രി അത് ഈ കത്ത് ഫേസ്ബുക്കിൽ ഒരു പൊതു ചർച്ചയ്ക്കായി സമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ആ ചർച്ചയാണ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ നടന്നു വരികയും ചെയ്യുന്നത്. ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലെ പോലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞിരുന്നു, എന്നും അമ്മയെ അവിടെ കളർ ഡ്രസ്സ് ഇടാൻ വെക്കത്തില്ല, എന്ന് യൂണിഫോമാണ്. അപ്പോൾ എനിക്ക് മന്ത്രിക്കൊരു കത്തെഴുതിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് എന്നോട് ഇങ്ങനൊരു ആശയം പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ് മോടെ അച്ഛനും പിന്തുണ നൽകി ഒരു കത്തെഴുതി മന്ത്രിയെ അങ്കിളിനെ അയക്കാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. UPI വഴിയുള്ള പണമിടപാടുകളിൽ നിശ്ചിത കാറ്റഗറികളുടെ പണമിടപാട് പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പണമിടപാടുകൾ കൂടുതൽ സുഗമമായി നിർവഹിക്കാനാണ് ഈ മാറ്റങ്ങൾ. നികുതി അടവ്, ഇൻഷുറൻസ്, EMI, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എന്നിവയുടെ പരിധിയാണ് ഉയർത്തിയത്. വ്യക്തിഗത പണമിടപാടുകളുടെ പരിധി മാറ്റമില്ലാതെ തുടരുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇടപാടുകൾക്കും ഇൻഷുറൻസ് അടവുകൾക്കും പരിധി 2 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ പുതിയ മാറ്റത്തോടെ ഇത് 5 ലക്ഷമാക്കി ഉയർത്തി. നികുതിയുടെ പരിധി 1 ലക്ഷം എന്നതിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഇനി ഒറ്റത്തവണ 5 ലക്ഷം രൂപ വരെ അടയ്ക്കാം. പ്രതിദിനം 6 ലക്ഷം രൂപ എന്നതാണ് പരിധി. വായ്പ, EMI അടവുകൾക്ക് പ്രതിദിനം 10 ലക്ഷം രൂപയാണ് പരിധി. ഒറ്റത്തവണ 5 ലക്ഷം രൂപയും അടയ്ക്കാം. കൂടാതെ ഇപ്പോൾ ഒറ്റ പേയ്മെന്റിൽ 2 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങാം.
പ്രതിദിനം 6 ലക്ഷം രൂപയ്ക്ക് വരെ ഒരാൾക്ക് സ്വർണം വാങ്ങാം. ടേം ഡെപ്പോസിറ്റ് 2 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. ഇവയുടെ പ്രതിദിന പരിധിയും 5 ലക്ഷം രൂപയാണ്. ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഇനി മുതൽ 2 ലക്ഷം രൂപയാണ് പരിധി. വ്യക്തിഗത പണമിടപാടുകളിൽ ഇപ്പോഴും പ്രതിദിനം 1 ലക്ഷം രൂപ തന്നെയാണ് പരിധി. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. ഭരണിക്കാവിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടത്തി. MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണിക്കാവ് മേഖലയിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ പ്രതിഷേധം നടത്തിയത്. ഞങ്ങളുടെ സമരം കണ്ടില്ലെന്നടിക്കേണ്ട, കടയടച്ചും ധർണ നടത്തി സമരങ്ങൾ ശക്തമാക്കും. വ്യാപാരി വ്യവസായി സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായ ഐക്യം സിന്ദാബാദ്. ഭരണിക്കാവിലെ ബസ് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുക. വ്യാപാരി ഐക്യം സിന്ദാബാദ്. ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും വേണമെന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം. നമ്മളൊരു അക്രമ സമരത്തിനൊന്നായിട്ടല്ല വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 1-ാം തീയതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ഒരു കൂട്ടമാണ് നമ്മുടെ വ്യാപാരികൾ. നമ്മൾ മാത്രമല്ല, ആ പ്രദേശങ്ങളിൽ ചുറ്റുപാടും താമസിക്കുന്ന ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസരം. 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററൊക്കെ നടന്ന് ബസ് കയറുകയും അവരുടെ സാധനങ്ങളിലേക്ക് പോകേണ്ട അവസരങ്ങളിലൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ചേർന്നില്ലേ? ഇല്ലല്ല, ഇവിടെ ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ചേർത്ത് ആളുകൾ വേണ്ട, പോലീസുണ്ട്. അപ്പോ അശാസന പരിഷ്കരണം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ജനാധിപത്യമായ രീതിയിൽ നമ്മൾ സമരങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് തന്നെ നമ്മൾ കടകൾ തുറന്നിട്ടുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധികളിവിടെ എത്തിയിരിക്കുന്നത്. കാരണം തുടർന്ന് നമ്മൾ കടയെടുപ്പ് സമരങ്ങളുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബുധനാഴ്ച മുതൽ കടയടയ്ക്കുന്നതിനും. പ്രതിഷേധക്കാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത ചർച്ച നടത്തി. ട്രാഫിക് റെഗുലേറ്ററി യോഗം കൂടിയ ശേഷം വ്യാപാരികളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഇതേ തുടർന്ന് ബുധനാഴ്ച മുതൽ നടത്തുമെന്ന് അറിയിച്ചിരുന്ന അനിശ്ചിതകാല കടയെടുപ്പ് സമരം മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ AK ഷാജഹാൻ, A. ബഷീർകുട്ടി, G. അനിൽകുമാർ, ശശിധരൻ, സഞ്ജയ് പണിക്കർ, L. കുഞ്ഞുമോൻ, മുഹമ്മദ് ഹാഷിം, A. നജീർ, സുധീഷ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മറിഞ്ഞു. യാത്രക്കാരുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങി ദാരുണാന്ത്യം. ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത്. കൊല്ലം കടവൂരിലായിരുന്നു അപകടം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊല്ലത്തും മരണം. 91 വയസ്സുകാരനാണ് മരിച്ചത്. തെക്കൻ ജില്ലകളിലും ജാഗ്രത. മാർക്കറ്റ് പുനഃസ്ഥാപിച്ചില്ല. വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പച്ചക്കറികളും മീനും വിറ്റ് പ്രതിഷേധം. UPI വഴിയുള്ള പണമിടപാട്. നിശ്ചിത കാറ്റഗറിയിൽ പണമിടപാട് പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നികുതി അടവ്, ഇൻഷുറൻസ്, EMI, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എന്നിവയുടെ പരിധി ഉയർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.